എന്താടാ മുതലാളിക്ക് തെമ്മാടിക്കുഴി ഉറപ്പായി. അങ്ങനെ പിണറായി മഹാരാജാവ് ഭരിക്കുന്ന കേരളത്തിൽ എന്തോ സംഭവമുണ്ട്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുടെയൊക്കെ വാമൂടി കെട്ടുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. 2016 എനിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ കാരണവും ഇത് തന്നെയായിരുന്നു. ജനം ഇന്ന് തിരിച്ചറിവിന്റെ പാതയിലാണ്. ഒടുക്കം പിടിക്കാനായിട്ട് നാശങ്ങള്. ഫാസിസ്റ്റ് ആണ് പിണറായി വിജയൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ യാതൊരു ഗുണവുമില്ലാത്ത ഒരുവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കണ്ട ഈ അലവലാത്തിക്കൊരു കാര്യം മനസ്സിലായി. നീ വാ 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 വാ. അന്തം കമ്മികളായ CPM-ന്റെ സൈബർ ടീമുകൾ എല്ലാരും വിളിച്ചു. അമ്മയുടെ ഭർത്താവിനെ അച്ഛ എന്ന് ആത്മധൈര്യത്തോടുകൂടി വിളിക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവന്മാരോട് പരസ്യമായി വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ? ആരും ഞെട്ടണമെന്നില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ആരും ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഞെട്ടൽ. ഞാൻ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പിരിവെടുത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് തെളിയിച്ചാൽ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെ ചേർന്ന് നിന്നേക്കാളും വലിയ അടിമയായി പിണറായി സ്തുതി പാടി ഞാൻ ആജീവനാന്ത കാലം മരിക്കുന്നത് വരെ കഴിഞ്ഞുകൊള്ളാം. അതുകൊണ്ട് മാധവൻ സാറും CPM-ന്റെ അന്തം കമ്മികളും ആദ്യം മനസ്സിലാക്കണം, നീയൊക്കെ ബക്കറ്റും എടുത്ത് നടന്ന് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും പറഞ്ഞാ ഉടനെ പാട്ട എടുത്ത് തെണ്ടിക്കണം. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. തീം പിരിച്ചും അതിന്റെ 50% പുട്ടടിച്ചിട്ട് വെറുതെ അല്ല, തിന്നണം അത് തന്നെ. 50% ചെലവഴിച്ചതിന് ശേഷം ആ ചെലവഴിച്ച 50%ന്റെ മഹത്വം വിളിച്ചോതുന്ന തെമ്മാടിത്തരങ്ങളല്ല. പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും എനിക്കറിയാം. ഇത് ആ ചെലവ് വഹിക്കാനുള്ളതല്ല. അറിയാം, നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. അങ്ങനെ നീ വഹിക്കണ്ട. കള്ളത്തരങ്ങളും വാ തുറന്നാൽ കള്ളത്തരം മാത്രം പറയുന്ന കുറെ ജന്മങ്ങളാണ് ഇവരെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സുമില്ല. ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ചാൽ അവർ പ്രതികരിക്കും ശക്തമായി തന്നെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിപ്പോ നിന്റെ പോക്കറ്റ് കിടന്നാലും എന്റെ പോക്കറ്റ് കിടന്നാലും എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ ഇതിവിടെ തന്നെ കിടക്കട്ടെ. ഇവർക്കാർക്കും വിരോധമില്ല, എനിക്ക് പ്രശ്നമില്ല. അർഹതപ്പെട്ട ആൾക്കാർക്കാണോ അന്ന് ഇത് കൊടുത്തത്, അല്ല പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ്. എത്രയുണ്ട്? കിട്ടിയ മുഴുവൻ. ബില്ലെവിടെ? ബില്ലോ? ഇവരാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിലെഴുതി കൂട്ടും. പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അനുഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാറിയിട്ടുണ്ടോ ഇല്ലയോ, ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല, മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബാധ്യസ്ഥരാണ്. കണക്കുകൾ പുറത്തുവിടണം. സത്യം പറഞ്ഞു, ആ പണം പോയി. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ഈ തള്ളിന് വേണ്ടിയിട്ട് പോയി അടിക്കല. എന്റെ മടിയിൽ കനമില്ല, ഇയാളുടെ മടിയുടെ അത്രയും കനം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലും ഇല്ല എന്ന് ഇന്ന് കേരളത്തിൽ ജനങ്ങൾക്കും അറിയാം, പാർട്ടിയിലെ പലർക്കും അറിയാം. അപ്പൊ തട്ടിപ്പാണല്ലേ? എന്റെ ഈശ്വര, ഞാൻ ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രി. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാവരുത്. ഖജനാവിലെ പണമെടുത്ത് ഇത്രയും ദൂർത്തടിക്കാൻ ഉളുപ്പ് വേണോ? മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമല്ലേ? മുതലാളി എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ മൂലം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ്. നിങ്ങൾ ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ചിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ്. ജെയിംസേ, ഇക്കണക്കിന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നണേ. അതിപ്പോ പ്രത്യേകം പിടിച്ചിട്ട് വേണോ ഇനി? ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.